ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി കുക്കർ ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കർ ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒറ്റ വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിതപ്പോൾ ഇവിടെ ഒരു 6 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു കുക്കറിൻ്റെ സ്പേസ് അനുസരിച്ച് നമുക്ക് ചിക്കൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചിക്കന് ഒരു 6 പീസാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിലെ വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞെടുക്കണം കേട്ടോ. നല്ലപോലെ വെള്ളം വാർത്തെടുത്ത ശേഷം ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ തുണി എന്തെങ്കിലും വെച്ച് നല്ലപോലെ അതിൽ വെള്ളമൊക്കെ നല്ലോണം ഒപ്പിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ചിക്കൻ എടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. മസാലയൊക്കെ നല്ലപോലെ ചിക്കനിൽ പിടിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കം കുനുകുന കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം കുനുകുന കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കുനുകുനാന്ന് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കുഞ്ഞു പിടി മല്ലിയില കട്ട് ചെയ്തതും ഒരു കുഞ്ഞു പിടി പുതിനയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം. 2-3 ഏലക്കായ, 2-3 പട്ട, 3-4 ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ ജീരകം ചതച്ചത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു അറബിക് മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡർ ചേർത്തിട്ടുണ്ട്. കപ്സ മസാല ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല. 2 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് റൈസിലേക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഫുഡ് കളർ ചേർക്കേണ്ടതില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കാണാനുള്ളൊരു ഭംഗിക്ക് ഫോട്ടോ എടുക്കുമ്പോഴൊരു ഭംഗിക്കൊക്കെ വേണ്ടി മാത്രമാണ് കളർ ചേർത്തിട്ടുള്ളത്. വീട്ടിൽ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് തീർത്തും ഒഴിവാക്കിക്കോളൂ കേട്ടോ. പിന്നെ 2 മാഗി ക്യൂബാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബിൻ്റെ ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ആ മാഗി ക്യൂബിൻ്റെ കട്ടയൊക്കെ കൈവച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ സ്പൈസസ്, മാഗി ക്യൂബ് ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞെരടി മിക്സാക്കി എടുക്കണം. ശേഷം ഇത് നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിൽ വെച്ച് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ചിക്കനിലേക്ക് അത്യാവശ്യം മസാലയൊക്കെ പിടിച്ച് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേറെ പാത്രത്തിൽ ചെയ്യാതെ ഏത് കുക്കറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ആ കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു 4-5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പം ഞാനിപ്പോൾ 3 കപ്പ് വൈറ്റ് സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ സെല്ലി എടുക്കുക. പക്ഷേ ഞാനിപ്പോൾ വൈറ്റ് സെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകി ക്ലീനാക്കി എടുത്ത ശേഷം ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഗോൾഡൻ സെല്ലി ആണെങ്കിൽ കുറച്ചധികം നേരം തന്നെ കുതിരാനായിട്ട് വെക്കേണ്ടി വരും കേട്ടോ. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് അത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവാനായിട്ടുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. വെള്ളം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 പട്ട ചെറിയ കഷ്ണം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ഏലക്കായ, 5-6 ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ചെറിയ ബേ ലീഫ് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉണക്കനാരങ്ങ കയ്യിലുള്ളവർ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അതിന് പകരം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് വെള്ളം വാരാനായിട്ട് അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വൈറ്റ് സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത്
വെന്ത് കിട്ടും. നമ്മൾ പോരാത്തതിന് കുതിർത്തെടുത്ത അരി കൂടിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ നമുക്കിത്. ഇപ്പോൾ ഇടയിലൊന്ന് നോക്കുക. നല്ലപോലെ റൈസ് വേവണ്ടെന്നുള്ളവർക്ക് ഒരു 50% വേവിൽ ഈ റൈസ് നമുക്ക് വേവിച്ചെടുത്താൽ മതിയാവും. ഇവിടെ ഇപ്പോൾ ഉമ്മാക്കൊക്കെ കഴിക്കാനായിട്ട് കുറച്ചും കൂടി വെന്ത ചോറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 70% വേവിലാണ് കേട്ടോ റൈസ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഈ സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കനെ ഈ പാത്രത്തിൽ നിന്ന് നമ്മൾ ഏത് കുക്കറിലാണോ നമ്മൾ മന്തി തയ്യാറാക്കുന്നത് ആ കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ കുക്കർ എടുത്ത് വെച്ച ശേഷം ചിക്കൻ ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത വിധത്തിൽ ഒന്ന് വെച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുക്കറിൻ്റെ സ്പേസിനനുസരിച്ചുള്ള ചിക്കനാണ് കേട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അടിപൊളിയായിട്ട് വെന്ത് കിട്ടൂല. ചിക്കൻ വെച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ള മസാല മുഴുവനും അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു 70% വേവിലാണ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 50% വേവിൽ റൈസ് ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ റൈസ് ഊറ്റിയെടുത്ത റൈസ് നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ച മുഴുവൻ റൈസും ചിക്കൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ മന്തിയിലൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ കുറച്ച് പച്ചമുളക് കുത്തി കൊടുക്കുക. പച്ചമുളക് കുത്തി കൊടുത്ത ശേഷം പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡ് കളർ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വീഡിയോക്കുള്ള കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഫുഡ് കളർ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചാർക്കോൾ കനൽ ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ചിരട്ട കത്തിച്ചിട്ട് കനലാക്കിയിട്ട് അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒഴിച്ച് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ കുക്കർ മൂടി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്രയും നേരം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു വിസിൽ കേട്ട സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സെർവ് ചെയ്യുന്ന സമയത്താണ് പിന്നെ ഞാനിത് കുക്കർ തുറന്നിട്ടുള്ളത് കേട്ടോ. കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു അടിപൊളി മന്തിയുടെ മണം വരും കേട്ടോ, നല്ല സ്മെല്ല് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കനൽ വെച്ചെടുത്ത പാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ചോറ് മുകളിലുള്ള ആ കളറുള്ള ചോറ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതിൽ വെച്ചിട്ട് ഈ കുക്കറിൽ തന്നെ വെച്ചിട്ടുള്ള മിക്സിങ് എന്തായാലും നടക്കില്ല. അപ്പോൾ ജസ്റ്റ് ആ മുകളിലുള്ള കളറുള്ള ചോറ് മാത്രം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ശേഷം ഈ റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് റൈസ്. പിന്നെ ചിക്കൻ്റെ മുകളിലുള്ള കുറച്ച് മസാലയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഈ റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോഴാണ് റൈസ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ റൈസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും വേവണ്ടെന്നുള്ളവർ ഞാൻ പറഞ്ഞ പോലെ 50% വേവിൽ തന്നെ റൈസ് ഊറ്റിയെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ല അടിപൊളി സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുക്കറിൻ്റെ അടിയിലൊന്നും ഒട്ടും പിടിക്കൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മന്തി നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പാത്രത്തിൽ മന്തി ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാളിലൊക്കെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു വിസിലിന് ചിക്കൻ വേവുമോ എന്നുള്ള ഒരു പേടിയും വേണ്ട, എന്തായാലും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കാരണം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പ്രഷർ പോയ ശേഷം മാത്രമാണ്, ആ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് പ്രഷർ പോയ ശേഷം മാത്രമാണ് നമ്മൾ കുക്കർ തുറന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല ജ്യൂസി ആയിട്ട് നല്ല അടിപൊളി സോഫ്റ്റായിട്ട് തന്നെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും കുക്കറിൽ ചിക്കൻ മന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുക്കറിൽ ഇതുവരെയും മന്തി ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ നല്ല എളുപ്പമാണിത് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോവില്ല കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.